ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കല്പം സുഖക്കുറവുണ്ട്. അത് കാരണം ഇവിടെ ഇങ്ങനെ കത്തിരിപ്പാണ്. അത് കാരണം ഇനി വീഡിയോ എടുക്കാനൊക്കെ സമയമുണ്ടെങ്കിലും വയ്യായിക കൊണ്ടൊന്നിനും പറ്റില്ല. പിന്നെ എൻ്റെ വീട്ടിലത്തെ സംഭവം ഇങ്ങനെ ഉണ്ടാ എല്ലാം ഊരി വെക്കും. എനിക്കൊന്നും ഇട്ടുകൊണ്ട് ഇരിക്കാനും കിടക്കാനൊന്നും ഇഷ്ടമല്ല. അത് ഇപ്പോൾ പോകാനാണെങ്കിൽ അപ്പം എടുത്തിടും, എന്നിട്ട് പോയി വന്ന് അപ്പോഴേ ഊരി വെക്കും. എന്താണെങ്കിലും എനിക്കിഷ്ടമല്ല ഇട്ടുകൊണ്ട് നടക്കണം. നൃത്തിൻ്റെയൊക്കെ ഉള്ളൂ, അപ്പം അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം. എന്നാലും എനിക്കത് ഇഷ്ടമല്ല. കൂടുതൽ സമയം പിന്നെ പുറത്ത് ഇങ്ങനെ അമ്പലത്തിലും തെയ്യക്കടയിലൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ, ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണ കഴുത്തയിലൊന്നും ഇല്ലാണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ. അത് കാരണം അങ്ങനെ ഇട്ടിട്ട് പോണതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കതൊന്നും ഇടാനായിട്ട് ഇഷ്ടമില്ല. പിന്നെ ഇടണമെങ്കിൽ തന്നെ ആരും ശ്രദ്ധിക്കണ വിധത്തിലുള്ളതേ ഇടാറുള്ളൂ. കാരണം എനിക്ക് അങ്ങനത്തെയൊക്കെ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഷാമ്പു ഇട്ടിട്ടാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തലമുടി ഇങ്ങനെ എന്താ പറയുക, ഇവിടെ നിന്നിങ്ങനെ നെറുകവശത്ത് നിന്നിങ്ങനെ മിക്കവരുടെയും ഞാൻ കാണാറുണ്ട് അങ്ങനെ പോണത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അത് പിന്നെ വരുക ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെയൊക്കെ അങ്ങനെ പോയതാണ് കേട്ടോ. കുറേ പോയിട്ട് ഇപ്പോൾ വരണുള്ളൂ. ഇതൊക്കെ ചെറിയ മുടികളൊക്കെ ഉണ്ടാകും. അതൊക്കെ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അന്നേരമൊക്കെ. എന്ത് ചെയ്യും? ഇത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊറോണ വന്ന ആൾക്കാരുടെയൊക്കെ മുടി ഇതേപോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു. അപ്പം അതിൻ്റെയാണ് അത് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ട്. ഒന്നും മെഡിസിനൊന്നും തന്നില്ല. പിന്നെ നമ്മൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചതാണെങ്കിലും ഞാൻ ആ രീതിയിലൊക്കെ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ വീട്ടിൽ ഉള്ള കെമിക്കലല്ലാത്ത എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ തന്നെത്താനെ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എടുത്തത് ഉലുവയാണ്. ഉലുവ എല്ലാവരും പറയും ചൂടാണെന്ന്. പക്ഷേ ചൂടാണ്, എന്നാലും അത് നല്ലൊരു റിസൾട്ട് എനിക്ക് തന്നായിരുന്നു. ഉലുവ തലേന്ന് ദിവസം വെള്ളത്തിലിട്ടിട്ടാ, അല്ലെങ്കിൽ വേണ്ട അന്നേരം എടുക്കുമ്പോൾ തന്നെ നല്ലോണം ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ആ അരക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുക, അല്ല എങ്കിൽ മുരിങ്ങയിലയില്ലേ, മുരിങ്ങാക്കോലിൻ്റെ ആ മുരിങ്ങ ഇല കുറച്ച് ചേർക്കുക. നല്ല റിസൾട്ടായിരിക്കും. അത് നമ്മൾ കുളിക്കണേക്കും മുമ്പ് വെളിച്ചെണ്ണ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് എണ്ണ പുരട്ടിയിട്ട് ഇത് അതിൻ്റെ മീതെ അപ്ലൈ ചെയ്തിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ അത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ നാരുകൾ ഒക്കെ മുടിയിലിങ്ങനെ ഇരിക്കും. ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ചീകി കഴിഞ്ഞാലും കുറച്ച് നേരത്തൊക്കെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതില്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. ഒന്നും ഇടണ്ട, വെറുതെ വെള്ളത്തിൽ നല്ലോണം അങ്ങോട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അതൊരു മാസം അടുപ്പിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഉണ്ടാകുന്ന ഗ്രോത്തിങ് ശരിക്കും കാണാൻ പറ്റും. എനിക്കൊക്കെ പോയതാണ് ഇവിടെ നിന്ന്. കുറേ പോയിട്ട് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇത് ഒരുമിച്ച് അടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ട്, എല്ലാവർക്കും ഈ കഫക്കെട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അത്ര തണുപ്പങ്ങൾ പിടിക്കില്ല. ഈ മുരിങ്ങയിലയും ഉള്ളി എന്നൊക്കെ പറഞ്ഞത് തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പും ഈ ചൂട് മെയിൻറ്റെയിൻ ചെയ്യും അതിനകത്ത് ഉലുവ. പക്ഷേ ആ തണുപ്പും ഫ്രിഡ്ജിൽ
ഫ്രിഡ്ജിൻ്റെ ആ തണുപ്പും കൂടി പറ്റൂല ചില ആൾക്കാർ. അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് അരച്ച് വെച്ചേക്കണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പുറത്ത് വെച്ച് ആ തണുപ്പ് മാറുമ്പോൾ ഇടുക. പറ്റാത്ത ആൾക്കാരാണെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അല്ലാത്ത ആൾക്കാർ 20 മിനിറ്റ് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്തിങ് കാണാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ എൻ്റെ മുടിക്കൊക്കെ ഒന്നും ഉള്ളൊന്നും ഇല്ലാത്തതാണ്. അപ്പം ഇത് ഇടുമ്പോഴത്തേനും എണ്ണ കുറവായിടണമെങ്കിൽ ഷാമ്പൂ ഇട്ട പോലെ ഇതേപോലെ ഇരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ബൈ.